ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനും ജീവിതവും എന്ന ഈ പഠന പരമ്പരയുടെ 149ാമത്തെ ഈ സെഷനിലേക്ക് നമ്മൾ വന്നെത്തി ഇരിക്കുകയാണല്ലോ. ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക്, ഈ പഠന ക്ലാസ്സിലേക്ക്, ചർച്ചാ ക്ലാസ്സിലേക്ക് ഒക്കെ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും, ഇനി ലോഗിൻ ചെയ്യുവാൻ ആഗ്രഹിച്ച് അതിനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. സഭയുടെ പ്രസ്ഥാനവൽക്കരണം, ശരിതെറ്റുകളും അതിർവരമ്പുകളും, ഇതാണല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയം. നമുക്കറിയാം, പുതിയ നിയമസഭയുടെ ആരംഭം 1-ാം നൂറ്റാണ്ടില് യെരുശലേമിൽ ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് സഭയുടെ ആധാര പ്രമാണങ്ങളൊന്നും മാറ്റം വരണമെന്ന് ഉള്ള താല്പര്യം സഭയെ സ്ഥാപിച്ച സഭ കാന്തന ഉണ്ടായിരുന്നതായിട്ട് നമുക്കെങ്ങും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ക്രിസ്തീയ സഭയ്ക്ക് എല്ലാ കാലത്തും അതിൻ്റെ ആധാരശില എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതല്ലാത്ത പല കാര്യങ്ങളിലേക്കും ബൈബിളിൻ്റെ ആധാരങ്ങളിൽ നിന്ന് പോലും പതുക്കെ പതുക്കെ അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരു രീതി സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പസ്തോലിക കാലത്തെ രീതിയിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്ന നിലയിലാണ് പലപ്പോഴും കാര്യങ്ങൾ പിന്നീട് ഉള്ള സഭകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അകൽച്ച അനിവാര്യമാണോ? ഇങ്ങനെയുള്ള എന്താ പറയാ, ഈ സ്ഥാപനവൽക്കരണം എന്ന് പറയുകയാണെങ്കിൽ പറയാം, അങ്ങനെയുള്ള ആ പ്രസ്ഥാനവൽക്കരണം അത് ഗുണമാണോ ദോഷമാണോ? അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടോ? ഇന്ന ഡേറ്റിൽ ഇത് ആരംഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നിലയിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ന്യായമായ ചോദ്യമാണ്. ചില ആളുകൾ ഇന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്, അത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഒരു ഡിഗ്രി മുതൽക്കാണ് അത് ആരംഭിച്ചത് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കാൻ സാധിക്കുമോ? അന്ന് തൊട്ടാണോ ഇത് ആരംഭിച്ചത്? അതുപോലെ ഇതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ? നമ്മുടെ ഇങ്ങനെയുള്ള ഈ സ്ഥാപനവൽക്കരണത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? ക്രിസ്തീയ സഭ നമുക്കറിയാവുന്ന പോലെ ഒരു ദൈവിക പരിപാടി കൂടിയാണല്ലോ, ദൈവിക സ്ഥാപനമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പരിശുദ്ധിയുണ്ട്. ഈ പരിശുദ്ധിക്ക് എന്തെങ്കിലും കോട്ടമൊക്കെ തട്ടുവാനായിട്ട് ഇടയായിട്ടുണ്ടോ ഇത് മൂലമായിട്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉചിതമാണ്. അപ്പൊ ഈ വിഷയം അതിന്റെ സമഗ്രതയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ A.P. ജോസഫ് അവറുകൾ. ഇന്നത്തെ ഈ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനായിട്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഡോക്ടർ ജോസഫ്. ഒരു തരത്തില് വളരെ രസകരമായ വിഷയമാണ് ഇന്നത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വേറൊരു തരത്തിൽ വളരെ വിജ്ഞാന സംബന്ധിയായ ഒരു വിഷയമാണ്. പിന്നെ വേറെ തരത്തിൽ വേണമെങ്കിൽ ഇത് ഒരു ബൈബിളിലെ വിഷയമല്ല എന്ന് പറയാം. സാധാരണ ബൈബിൾ പഠന പരിപാടികളിലോ സിസ്റ്റമാറ്റിക് തിയോളജിയിലോ ഒന്നും ഉൾപ്പെടുത്താത്ത വിഷയമാണ്. എന്നാലും പ്രസക്തിയുള്ള വിഷയമാണ് എന്ന് പറഞ്ഞല്ലോ, അതിനോട് ഞാൻ യോജിക്കുകയുമാണ്. അപ്പോൾ എന്താണ് ഈ വിഷയം എന്ന് തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. എങ്കിലും ആ രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരുപാട് വിശദമായി ചിന്തിക്കത്തക്ക വിധത്തിലുള്ള ഒരാവശ്യം അധികം വന്നിട്ടില്ല. എങ്കിലും ഈ വിഷയം എന്നോട് പറഞ്ഞത് മുതൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അവിടുന്ന് ഇവിടുന്നൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തുടങ്ങാം. സഭയെ സംബന്ധിച്ച് കർത്താവ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ.
16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ കർത്താവ് പണിയുന്ന ഒരു സഭയുണ്ട്. അതിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത് എന്തിനോ എതിരെ, പാതാള ഗോപുരങ്ങളിലും എതിരെ സംഘടനാത്മകമായി മുന്നേറും. അതിൽ വിജയം സഭയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ സഭ എന്ന് പറയുന്ന പരിപാടി അതങ്ങനെ ഇടയ്ക്ക് നിന്നു പോകുന്നതല്ല, അതിനൊരു സ്ഥിരതയുണ്ട് എന്നൊക്കെ നമുക്കതിൽ നിന്ന് കൃത്യമായും മനസ്സിലാക്കാം. സഭാ ചരിത്രം എന്ന് സാധാരണ പറയുന്നത് ഈ ക്രിസ്തു വന്നതിന് ശേഷമുള്ള ദൈവത്തിന്റെ ജനത്തിന്റെ ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 2-ാം അധ്യായത്തിൽ നമുക്ക് പരിചയമുള്ള വേദഭാഗം ഉണ്ടല്ലോ. 42-ാമത്തെ വാക്യം അറിയാവുന്നതാണെങ്കിലും ഒന്ന് വായിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതിന്റെ 42-ാമത്തെ വാക്യത്തില് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അവിടെ അവരെന്തോ ചില കാര്യങ്ങളൊക്കെ തുടർമാനമായി ചെയ്തു പോന്നു. പ്രത്യേകിച്ച് 42-ാമത്തെ വാക്യത്തിൽ ഞാൻ 41 കൂടെ വായിച്ചിരുന്നു. അങ്ങനെ തുടർന്ന് പോന്നു. അതെവിടെയെങ്കിലും നിർത്തിയതായി പറഞ്ഞിട്ടില്ല, നിൽക്കുമെന്നുള്ള സൂചനയുമില്ല. അതുകൊണ്ട് സഭയുടെ ആ ഒരു കണ്ടിന്യൂവിറ്റി, നിരന്തരതയുള്ള സ്വഭാവം നമുക്കിവിടെയും കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സഭയുടെ പ്രസ്ഥാനവൽക്കരണം അല്ലെങ്കിൽ സ്ഥാപനവൽക്കരണം എന്നൊക്കെയുള്ള വിഷയമാണല്ലോ. ബൈബിളിലെ പുതിയ നിയമത്തിലെ അവസാനം എഴുതിയ പുസ്തകങ്ങളിൽ ഒരെണ്ണമാണ് തിമോഥെയോസിന്റെ 2-ാം ലേഖനം. അപ്പോ അപ്പോസ്തലന്മാരുടെ കാലത്തോട് ഏതാണ്ട് അവസാനത്തോട് എന്ന് പറയാവുന്ന ഒരു പുസ്തകം. അവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം: നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ വരവേൽപ്പിക്കുക. അപ്പൊ അതിന്റെ ഈ പൗലോസ് തുടങ്ങി വെച്ച തിമോഥെയോസിൽ കൂടെ തുടരുന്ന ആ ഒരു പരിപാടിയുടെ തുടർച്ച മുന്നിൽ കണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർ പ്രവർത്തിച്ചതെന്നുള്ളത് അത്രത്തോളം ഇവിടെ വളരെ വ്യക്തമാണ്. ഇതൊന്നും ഇവിടെ നിന്നൊക്കെ ശേഖരിക്കാവുന്ന സത്യങ്ങളൊന്നും നമ്മുടെ വിഷയത്തെ നേരിട്ട് പ്രതിപാദിച്ചിട്ടില്ല ആ വാക്യങ്ങളിൽ എന്ന് നമുക്ക് തോന്നാം. അതൊരു വിധം ശരിയുമായിരിക്കാം. നമ്മുടെ വിഷയം കർത്താവിന്റെ സഭ, ദൈവത്തിന്റെ സഭ, അതിന്റെ സ്ഥാപനവൽക്കരണം, ഇംഗ്ലീഷിലെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നാണ് അതിന് പകരം പറയുന്നത്. അതെന്താണ്? അത് നടന്നിട്ടുണ്ടോ? അത് നല്ലതാണോ? അത് ഒഴിവാക്കേണ്ടതാണോ? അത് നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതിനെന്തെങ്കിലും വേദവചന അധിഷ്ഠിതമായ പരിധികൾ വെക്കാനുണ്ടോ? ഇതൊക്കെയാണല്ലോ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം.
എന്താണ് സ്ഥാപനവൽക്കരണം? സ്ഥാനവൽക്കരണത്തിനേക്കാൾ സ്ഥാപനവൽക്കരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൾച്ചറിൽ, ഒരു സംസ്കാരത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം വളരെ ക്രമീകൃതമായി ചിട്ടയോടുകൂടെ കുറെ കാലങ്ങളായി അങ്ങനെ ചെയ്തു പോരുന്ന കാര്യങ്ങൾക്കാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് സംബന്ധമായ ചിട്ടയും ക്രമവും അധികാര ക്രമീകരണങ്ങളും ഒരു വലിയ അളവിൽ സമൂഹത്തിൽ അതിൻ്റെ ഒരു വിസിബിലിറ്റി, ഒരു ദൃശ്യമാകുന്ന അവസ്ഥയുമൊക്കെ ഈ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിന് ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പേജുകളിൽ നിന്നുള്ള വിവരം ശേഖരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതിനൊരു ഇൻസിപ്പിയന്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു എന്ന് തോന്നാം. ഇൻസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ അധികം ദൃശ്യമല്ലാത്ത രീതിയിൽ അവിടെ ഉണ്ട്, എന്നാൽ ഒരുപാട് ദൃശ്യമല്ല. ഒരുപക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റില്ല, ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റില്ല. പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ അതവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാകും. അങ്ങനെ ഒരു സ്റ്റേജിനാണ് ഇൻസിപ്പിയന്റ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത്. അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരും അവരൊരു സ്ഥാപനമായി തീർന്നിരുന്നുവോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു സ്ഥാപനമോ അതിനൊരു പേരോ അതിനൊരു ക്രമമോ ഒക്കെ ഉണ്ടായിരുന്നോ എന്നാണല്ലോ ചോദിക്കുന്നത്. അതിൽ അധികാര ക്രമീകരണങ്ങളുണ്ടോ എന്നൊക്കെയല്ലേ ചോദിക്കുന്നത്. നമുക്കതിന് ഇല്ലെന്ന് പറയാൻ പറ്റൂല്ലെന്ന് തോന്നുന്നു. എന്നാൽ ഉണ്ടെന്ന് അധികം പേരൊന്നും പറയാറുമില്ല. ആ രീതിയിൽ അത്രത്തോളം ഒരു വിസിബിലിറ്റി, കാണത്തക്ക വിധത്തിലുള്ള ഒരു അവസ്ഥ അതിന് ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്താണ് അവിടെ ചരിത്രകാരന്മാരും ഒക്കെ നോക്കുമ്പോൾ അവിടെ നടന്നത്, യഹൂദന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി തീർന്നിരുന്നു, വളരെ മുമ്പേ തീർന്നിരുന്നു. മോശയുടെ കാലത്ത് തന്നെ അതെന്തായാലും അങ്ങനെ ആയിട്ടുണ്ട്. അതിനു മുൻപ് അവർക്ക് നിലനിൽപ്പുണ്ടായിരുന്നു. ആ യഹൂദന്മാരുടെ കൂട്ടത്തിൽ 2000 കൊല്ലങ്ങൾക്ക് മുൻപ് അവരുടെ കൂട്ടത്തിൽ ഒരു യഹൂദനായി കർത്താവ് ജനിക്കുന്നു. കർത്താവിന് യഹൂദന്മാരുടെ കൂട്ടത്തില് ഒരംഗത്വം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ദൃശ്യമായ ഒരു സമൂഹം, ഒരു സ്ഥാപനം നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഇടയിൽ ഗുരുക്കന്മാരൊക്കെ ഉണ്ടാകുന്നത് പതിവാണ്. റബിമാരെന്ന് വിളിക്കുന്ന ഗുരുക്കന്മാര് ഒക്കെ ഉണ്ടാകുന്നത് അവരുടെ ഒരു ശീലമാണ്. ഒരു ശീലം എന്ന് പറഞ്ഞാൽ സമൂഹത്തില് ഒരു സോഷ്യൽ ട്രഡീഷനില് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ കർത്താവ് അങ്ങ് ഫിറ്റായി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഈ ഗുരുക്കന്മാരെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ, അല്ലെങ്കിൽ ആ സമയത്ത് ഗമാലിയേലിനെ പോലുള്ള യഹൂദ ഗുരുക്കന്മാരെ പോലെ ശിഷ്യന്മാരെ എടുക്കും. അപ്പൊ കർത്താവ് അങ്ങനെ തൻ്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി ശിഷ്യന്മാരെ വിളിച്ചു ചേർത്തു. അവരോട് കൂടെയും ഒക്കെ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചു. അത് ഈ ശിഷ്യന്മാരെ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ലോകത്തോട് പറയാനുള്ള കാര്യമായിരുന്നു. അത് കർത്താവ് പറഞ്ഞു. അങ്ങനെ കർത്താവും തൻ്റെ ശിഷ്യന്മാരും അങ്ങനെ ജീവിച്ചു, പ്രവർത്തിച്ചു. കർത്താവിൻ്റെ മരണമുണ്ടായി. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഈ ശിഷ്യന്മാരെ കർത്താവ് ഏൽപ്പിച്ച പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ യഹൂദ സഭ അല്ലെങ്കിൽ യഹൂദ മതം എന്ന് പറയുന്നത് വളരെ
ഒരു എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവർക്കും കാണാവുന്ന, ചരിത്രകാരന്മാർക്കൊക്കെ കാണാവുന്ന ഒരു സ്ഥാപനമാണ്. അക്കൂട്ടത്തിൽ ഈ ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും എന്നുള്ളത് അവരെ നമുക്ക് അതാ പറഞ്ഞൊരു ഇൻസിപ്പിയൻറ്റ്, അതൊരു മറഞ്ഞ രീതിയിലാണെങ്കിലും നമുക്ക് അവരെ വേറെ ഒരു ഐഡൻറ്റിറ്റിയിൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കും. അത് അതിൻ്റെ ഒരു ഉദ്ഘാടനം ഒന്നും ആരും നടത്തിയതായിട്ട് നമുക്ക് അങ്ങനെയൊന്നും ആ രീതിയിൽ കാണുന്നില്ല. എങ്കിലും അതവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ രൂപപ്പെട്ടു വന്ന് കർത്താവിൻ്റെ മരണസമയം, ശിഷ്യന്മാരുടെ ശുശ്രൂഷയുടെ അവസാന കാലം ഒക്കെ ആയപ്പോഴേക്കും ഈ കൂട്ടർ എന്താണ് വിശ്വസിക്കുന്നത്, അവർക്കൊരു കൃത്യമായ വിശ്വാസ സംഹിത അതിനോടൊപ്പം ഉണ്ടായി. ആരാണ് ഇവരുടെ നേതാവ് എന്ന് ചോദിച്ചാൽ കർത്താവായ യേശുവാണ്. യേശുവിനോടൊപ്പം യേശു പ്രത്യേകമായി ഏൽപ്പിച്ച, അവരുടെ ഗുരു പ്രത്യേകമായി ഏൽപ്പിച്ച ആ 12 ശിഷ്യന്മാരുണ്ട്. ആ 12 ശിഷ്യന്മാരിൽ ഒരാള് തെറ്റി കൂട്ടം വിട്ട് അവന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തി. അപ്പോൾ അതിന് പകരം ഒരാളെ ചേർത്ത് ആ 12 എന്നുള്ള എണ്ണം തികച്ചു. കണ്ടോ, അതൊക്കെ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. ഒരു സ്ഥാപനത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും 4 കമ്മിറ്റി അംഗങ്ങളും എന്ന് പറയുന്നത്, ഒരു കമ്മിറ്റി അംഗം പോയാൽ വേറെ കമ്മിറ്റി അംഗം വരണം. അങ്ങനെയൊന്നും ആണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകതകളെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ മറുവശത്ത് നോക്കുമ്പോൾ അന്ന് ഈ റോമാക്കാർക്ക് പല മതങ്ങള് ഒക്കെ അവരുടെ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. അത് റോമാ മതങ്ങൾ പല ദേവീദേവന്മാരെയൊക്കെ പൂജിക്കുന്ന ഒരുപാട് ആരാധനാ സങ്കല്പങ്ങളും ദേവസങ്കല്പങ്ങളും ഒക്കെ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ കർത്താവായ യേശു വേറൊരു പൂർണ്ണ സങ്കല്പം കൊണ്ടുവന്ന് അവിടെ അതിനെ വളർത്തുന്നു. ഈ റോമാക്കാർക്ക് അവരുടെ സാമ്രാജ്യത്തിലെ അവരുടെ ഭരണത്തിന്റെ ഭാഗമായി ചില മതങ്ങളെ അവർ അംഗീകരിച്ച നിയമപരമായ മതങ്ങളും അംഗീകരിക്കാത്ത മതങ്ങളും എന്ന ഉള്ള ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു. ലിസിറ്റ്, ഇല്ലിസിറ്റ്, അങ്ങനെ 2 തരത്തില് അവരതിനെ വേർതിരിച്ചു വെച്ചിരുന്നു. യഹൂദ മതത്തിന് സാധാരണഗതിയിൽ അവർ അംഗീകാരം കൊടുക്കരുതാത്തതാണ്. പക്ഷേ കാരണം വിഗ്രഹങ്ങളൊന്നുമില്ല, ഒരു ദൈവം, അങ്ങനെ വിഗ്രഹങ്ങളില്ലെങ്കിൽ ദൈവം ഇല്ലെന്നാണ് അന്നത്തെ ഒക്കെ ചിന്ത ഉള്ളത്. പക്ഷെ അവരെ അംഗീകരിച്ചു. ഒരു റിലിജിയോ ലിസിറ്റ, അനുവാദം കിട്ടിയ, ലൈസൻസുള്ള, അംഗീകാരമുള്ള ഒരു മതം എന്ന പേരുണ്ടായിരുന്നു. ഈ കർത്താവും ശിഷ്യന്മാരും ഒക്കെ ക്രിസ്തീയ മാർഗത്തിന്റെ ആദ്യകാലങ്ങളൊക്കെ ഈ യഹൂദന്മാരിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് അവര് ഈ യഹൂദന്മാരാണെന്നാണ് പൊതുവെ റോമാക്കാര് അതിനെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരുന്നത്. യഹൂദന്മാരുടെ ഇടയിലുള്ള ഏതോ ഒരു പ്രത്യേക സമൂഹം എന്നവര് ചിന്തിച്ചു പോന്നു. വേറെ തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ആ കാലങ്ങളില് ക്രിസ്തീയ മതം എന്ന് പറയുന്ന ഒരു മതം തന്നെ ആരും അംഗീകരിച്ചതായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ക്രിസ്തു ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ പതുക്കെ അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്തു ശിഷ്യന്മാർ, അവരെ ക്രിസ്തു പഠിപ്പിച്ച അപ്പോസ്തലന്മാരെ അവർക്ക് കാണിച്ചു, മാതൃകയായി കാണിച്ചു കൊടുത്ത അപ്പോസ്തലിക അധികാരവും പാരമ്പര്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട്, അപ്പോസ്തലിക അധികാരം എന്ന് പറയുന്നത് അവരുടെ എഴുതപ്പെട്ട വചനങ്ങളിലേക്ക് അത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിന് മുമ്പ് തന്നെ മാറ്റപ്പെട്ടു. അപ്പോസ്തലിക അധികാരം, പിന്നെ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യവും ഈ പുസ്തകത്തിൽ കുറിച്ചിട്ടുള്ള അവർ കാര്യങ്ങൾ ചെയ്ത രീതികൾ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അപ്പോസ്തലിക പാരമ്പര്യമായിട്ട് വന്നു. അതൊക്കെ ദൈവവചനം അംഗീകരിക്കുന്നവർ എന്നുള്ള നിലയിൽ വിശ്വാസികളെല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ നിന്നു. അന്ന് സാധാരണ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ അവരുടെ ഒരു ഭവനം കാണും. അതിൻ്റെ ഒരു അഡ്രസ്സ് എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു ഭവനം കാണും. നമ്മളൊക്കെ എപ്പോഴും ഗവൺമെന്റിലെ ഒരു കാര്യം, ഒരു സൊസൈറ്റി സംഘടന രജിസ്റ്റർ ചെയ്യാൻ ചെന്നാൽ
അതിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് പറയണം. അതൊരു ചിലപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ മതി, അത് വേണം. എന്നാൽ ഈ യെരൂശലേമിൽ തുടങ്ങിയ ഈ കർത്താവിൻ്റെ സഭ എന്ന് പറയുമ്പോൾ അതിനങ്ങനെ ഒരു അഡ്രസ്സ്, ഒരു ഫിസിക്കൽ അഡ്രസ്, മേൽവിലാസം കൊടുക്കാൻ കാണുന്നില്ല. അവര് ഉണ്ടെങ്കിൽ യൂതന്മാരെ ആയതുകൊണ്ട് തുടങ്ങിയ കാലത്തൊക്കെ യെരൂശലേമിലെ മന്ദിരത്തിന്റെ ദേവാലയത്തിന്റെ പരിസരങ്ങളിൽ അവർ കൂടിയിരുന്നു. പക്ഷെ അത് അവരുടേതാണെന്നൊന്നും അവർക്ക് അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നില്ല. അവരുടെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ അപ്പോസ്തലപ്രവൃത്തി 2:42 കാണുന്നത് പോലെ കർത്താവിന്റെ ദിവസം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആദ്യ ദിവസം, ആഴ്ചയുടെ ആദ്യ ദിവസം അവരെവിടെയെങ്കിലും ഒന്ന് കൂടി വരും. അത് മിക്കവാറും ഒക്കെ വീടുകളിലാണ്, ശിഷ്യന്മാരുടെ വീടുകളിൽ. എല്ലാ വീട്ടിലുമല്ല, ചില വീടുകളിൽ അടുത്തുള്ള വിശ്വാസികളൊക്കെ ഒരുമിച്ച് ചേർന്ന് ചെയ്ത കാര്യങ്ങളാണല്ലോ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, പഠിക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം മുറിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവായി അവരെ ചെയ്തു പോകും. ഈ പതിവായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോരുന്നതൊരു, അതൊക്കെ ഒരു സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. എങ്കിലും അവരുടെ ബോർഡ് എഴുതി വെച്ച് ഗവൺമെന്റിന്റെ അംഗീകാരം മേടിച്ച് അങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് അത് വളർന്നെന്നാണോ പറയേണ്ടതെന്നറിയില്ല. ആ സമ്പ്രദായത്തിലേക്ക് അന്ന് വന്നിരുന്നില്ല. ഒരുപക്ഷെ അപ്പോസ്തലന്മാരുടെ അവസാനത്തെ അപ്പോസ്തലന്മാരുടെ കാലം വരെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മതമാണെന്ന് പോലും അങ്ങനെ അതിന് അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ഈ കുസ്തന്തീനോസ് ചക്രവർത്തി ആണ് ക്രിസ്തീയ സഭയെ സ്ഥാപനവൽക്കരിച്ചത് എന്ന് പറയാറുണ്ടെന്ന്. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലത്ത് എന്തോ കാര്യമായിട്ട് നടന്നു എന്നുള്ളത് വളരെ വാസ്തവമാണ്. അതായത് അതുവരെ യഹൂദന്മാരും റോമാക്കാരും റോമൻ ഗവൺമെന്റും ഒക്കെ ക്രിസ്തീയ മാർഗത്തെ പീഡിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്, ഉപദ്രവിച്ചുകൊണ്ടാണ് ഇരുന്നത്. AD 325 മിഖ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ക്രിസ്ത്യാനികളെല്ലാവരും, ക്രിസ്തീയ സഭകളൊക്കെ, നേതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടി എന്താണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഒന്ന് കൃത്യമായി പറയാൻ ശ്രമിച്ചു. മിഖ്യ വിശ്വാസ പ്രമാണം അങ്ങനെ ഉണ്ടായതാണ്. അതിന്റെ കാരണം നമുക്കറിയാം. അരിയൂസ് എന്ന് പറയുന്ന എന്ന പേരുള്ള അന്നത്തെ ഒരു ബിഷപ്പായിട്ട് സഭയിൽ ചരിത്രത്തിൽ പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഉപദേശം സഭയെ, വിശ്വാസികളെ ഒരുപാട് സ്വാധീനിച്ച് ക്രിസ്തു മാർഗം തൃത്വ നിഷേധത്തിന്റെ ഒരു മാർഗമായി തീരുന്ന ഒരു സാഹചര്യത്തിലാണ് നിക്കാസുന്നതോസ് കൂടി അങ്ങനെ ആ കാര്യം, യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ദൈവത്വം, ത്രിത്വം എന്നിങ്ങനെയുള്ള ഏകത്വം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് രേഖയാക്കി പറഞ്ഞത്. ഈ കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലം 380 മറ്റോ അല്ലേ, AD 380 ഒക്കെ ആയിരിക്കും. ആ സമയത്ത് കുസ്തന്തീനോസ് ചക്രവർത്തി ക്രിസ്തീയ മാർഗത്തെ റോമ സാമ്രാജ്യത്തിന്റെ ഒരു ഔദ്യോഗികമായ മതമായി അംഗീകരിക്കുകയുണ്ടായി. അതാണ് ചെയ്തത്. അതോടുകൂടെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ചർച്ച് വളരെ വിസിബിളായി. അതിനു മുമ്പ് തന്നെ സഭയിലെ ദൈവമക്കളുടെ എണ്ണമൊക്കെ ഒരുപാട് വർദ്ധിക്കുവാനിടയായി. പീഡനങ്ങൾ കൊണ്ടൊന്നും വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞില്ല, വിശ്വാസികളുടെ എണ്ണം പെരുകുകയാണ് ഉണ്ടായത്. ഒരു തരത്തിൽ അങ്ങനെ ഈ വിശ്വാസികളെ, ക്രിസ്തീയ മാർഗത്തെ ഒരു തരത്തിലും പിടിച്ചു നിർത്താൻ കഴിയുകയില്ല എന്നുള്ള ഒരു അവബോധം ആയിരുന്നിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനത്തിന് കുസ്തന്തീനോസ് എന്ന ചക്രവർത്തിക്ക് ഒരു പ്രചോദകമായി തീർന്നത്. പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. തൻ്റെതായ ചില അനുഭവങ്ങളൊക്കെ, ഒരു യുദ്ധത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയും കൂടെ ഒരു സാഹചര്യം അതിനുണ്ടെന്ന് ചിന്തിക്കുന്നത് ന്യായമാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഈ കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലത്ത് കുറെ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ കൊണ്ട് താൻ അന്നൊരു ഈ ക്രിസ്തു മാർഗത്തെ
അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു, സ്ഥാപനവൽക്കരണം നടത്തി എന്ന് പറയുന്നത് അത്ര കൃത്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ സ്വഭാവങ്ങൾ കർത്താവിൻ്റെ കാലം മുതൽ അതങ്ങനെ കുറേശ്ശെ ഉണ്ടായി വരികയും കുസ്തുന്തീനോസിന്റെ കാലമായപ്പോൾ അത് വളരെ വ്യക്തമായി ക്രിസ്തു മതം എന്ന പേരിൽ ആ മതത്തിനൊരു ആഗോള നായകൻ, അതിൻ്റെ പ്രമാണങ്ങൾ, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി സ്ഥാപിക്കപ്പെട്ടു. അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനോടൊപ്പം ഉണ്ടായി, അതിനോടകം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഔദ്യോഗിക മതം അല്ലെങ്കിൽ ഔദ്യോഗികമായ ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണം എന്താണെന്ന് ഉള്ള പ്രഖ്യാപനം നടത്തുന്നത് ഈ സഭാ നേതൃത്വത്തിൻ്റെ ഒരു സുന്നഹദോസിലൊക്കെ ആണെങ്കിലും അതിൻ്റെ പിന്നിലും രാജാവിൻ്റെ ചക്രവർത്തിയുടെ അനുവാദവും ഒരു അധികാരത്തിൻ്റെ പിന്നാങ്കലും ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ഥാപനമായി ക്രിസ്തീയ സഭയ്ക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സ്വഭാവം ആദ്യം മുതലേ അത് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെ കാലങ്ങളെ കൊണ്ട് വളർന്ന് വികസിച്ചു വന്ന് അത് വളരെ ദൃശ്യമായ വ്യത്യസ്തമായ ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. ക്രിസ്ത്യാനിറ്റി എന്ന് ക്രിസ്തീയത എന്ന് നമ്മൾ പറയുന്ന ആ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ AD 100-ലാണെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് വായിച്ചത്. അപ്പോൾ നൂറ്റാണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയത്തക്ക വിധത്തിലൊരു ഒരു സാധനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥാപനവൽക്കരണം എന്ന് ഞാൻ ഈ ആദ്യം തന്നെ കാണാമെന്ന് പറഞ്ഞത്, കർത്താവിൻ്റെ ശിഷ്യന്മാരും എന്ന് പറയുന്നത് വെറുതെ ഒരു 13 പേര് നടക്കുന്നതല്ല. വളരെ കൃത്യമായ കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. കുറച്ചൊക്കെ അവരെ കാണുന്ന മറ്റ് യഹൂദന്മാർക്കും ഉണ്ടായിരുന്നു. അതായത് യേശുവാണ്, ക്രിസ്തുവാണ് അവരുടെ ഗുരു, ആ ഗുരുവിൻ്റെ ശിഷ്യരാണ് ഇവര് എന്നൊക്കെയുള്ള അത്രയും ഒരു ഘടന, ഒരു ദൃശ്യ സ്വഭാവം അവർക്ക് അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോ നമുക്ക് അങ്ങനെ ആ ഒരു സ്ഥാപനത്തിന്റെ സ്വഭാവം അവിടെ കാണുന്നുണ്ട്. അതുപോലെ 12 അപ്പോസ്തലന്മാരെ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോഴത്തേക്കും 12 അപ്പോസ്തലന്മാരെ പിന്നെ അവിടെ ഉണ്ടല്ലോ 12 അടിസ്ഥാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം 12 അപ്പോസ്തലന്മാരുടെ ഒരു പ്രത്യേക സ്ഥാനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ലോകത്തിലെ റോമ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും വിശ്വാസം പടർന്നു, വിശ്വാസികളായി തീർന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴേ അവിടെ ഒക്കെ ഈ 12 അപ്പോസ്തലന്മാരെ അംഗീകരിക്കാത്ത ആരുമില്ലായിരുന്നു. 12 അപ്പോസ്തലന്മാരുടെ മുദ്രയേറ്റ 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ ബൈബിളിനെ അംഗീകരിക്കാത്ത ആരുമില്ല. അതൊക്കെയാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത. അതിന് ലീഡേഴ്സ് ഉണ്ട്, അതിന് വിശ്വാസ പ്രമാണങ്ങളുണ്ട്, അതിന് ആധാരമായിട്ട് ഒരു പുസ്തകം തന്നെ ഉണ്ടായിരിക്കണമെന്നില്ല സ്ഥാപനത്തിന്, എങ്കിലും അതിന് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ കാണുന്നു. പിന്നെ കൊച്ചു സഭകളായിട്ട് അവർ ആരംഭിച്ചപ്പോഴും അധികം താമസിയാതെ തന്നെ അവിടെ മൂപ്പന്മാരെ ആക്കി വയ്ക്കുന്നു. എന്നുവെച്ചാൽ ഒരു ഭരണക്രമം, അവിടെയും അധികാരം ആർക്ക് എന്ത് എന്നുള്ളത് കൃത്യമാക്കുകയാണ് ചെയ്യുന്നത്. മൂപ്പന്മാരും ഡീക്കന്മാരും ഒക്കെ വരുന്നു. പിന്നെ സഞ്ചാര സുവിശേഷ പ്രവർത്തകരെ ഒക്കെ കാണുന്നു. അവര് ഇവിടെയൊക്കെ പോകുമ്പോൾ ഈ സഭകളിലൊക്കെ ചുറ്റിക്കറങ്ങി അവരുടെ ദൈവവേല ചെയ്യുമ്പോൾ അതിനുള്ള ചില നിയന്ത്രണങ്ങളും അതിൻ്റെ രീതികളും ഒക്കെ നമുക്ക് ഈ ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഉള്ള ഭാഷയൊന്നും അല്ലെങ്കിലും അതിൻ്റെ ഒരു സ്വഭാവം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എന്താണ് സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ക്രിസ്തീയ മാർഗം
അതിൻ്റെ ആദ്യം തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം ഉണ്ടായിരുന്നു. അത് വളർന്ന് 1-ാം നൂറ്റാണ്ട് അവസാനമായി ഇപ്പോഴത്തേക്കും അല്പം ദൃശ്യമായ രീതിയിൽ ഉള്ള ഒരു സ്ഥാപനമായി. അതാണല്ലോ ക്രിസ്ത്യാനിറ്റി എന്നുള്ള വാക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു എഴുത്തുകാരൻ ഉപയോഗിക്കുകയുണ്ടായി. പുറത്തുള്ളവരും അങ്ങനെ കാണാനായിട്ട് തുടങ്ങി എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പിന്നീട് ആ സ്ഥാപനവൽക്കരണം കുസ്തന്തീനോസിന്റെ കാലമായപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത്? കുസ്തന്തീനോസിന്റെ അംഗീകരിച്ചത് യഥാർത്ഥത്തിൽ ക്രിസ്തു മതം എന്ന, ലോകത്തിലുള്ള അന്ന് മറ്റു മതങ്ങളുണ്ട്, ആ മറ്റു മതങ്ങളെ പോലെ, യഹൂദ മതത്തെ പോലെ മറ്റു മതങ്ങളെ പോലെ ഒരു കൃത്യമായ മതം എന്നുള്ള രീതിയിൽ അതിനെ കൊണ്ടുവന്ന് അതിന് അംഗീകാരവും ഒക്കെ കൊടുത്ത് അങ്ങനെ അതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അന്ന് സംഭവിച്ചത്. അല്ലാതെ സ്ഥാപനവൽക്കരണം അവിടുന്ന് മാത്രം നടന്നെന്നുള്ളതല്ല. അതിൻ്റെ ഒരു സ്ഥാപനവൽക്കരണത്തിൻ്റെ യാത്രയിൽ ഒരു നാഴികക്കല്ലായി അതിനെ കാണാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അതിനോട് ചോദ്യം ഇനിയുള്ളത്, ഈ സ്ഥാപനവൽക്കരണം എന്ന് പറയുന്നത് നല്ലതാണോ? അത് സഭയ്ക്ക് നല്ലതാണോ? ദൈവത്തിൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണോ എന്നുള്ളതായ ഒരു ചോദ്യമാണുള്ളത്. അപ്പോൾ അതിന് കർത്താവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ കാലത്തും ഒരളവിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ തെറ്റില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ചിലരങ്ങനെ പറയും, എനിക്ക് പള്ളിയും അങ്ങനെ മതവും പള്ളിയും ഒന്നുമില്ല, ഞാനങ്ങനെ യേശുവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ എന്ന് ഒക്കെ പറഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ എമർജിങ് ചർച്ച് എന്നൊക്കെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് അങ്ങനെ കൂടുതൽ ചിന്തയുണ്ട്. അപ്പം അവർക്ക് അതൊരു മിക്കവാറും ഈ പാരമ്പര്യമായ സ്ഥാപനവൽക്കരണം നടന്ന സഭാ സമൂഹങ്ങളിലുള്ള ചില കാര്യങ്ങളോടുള്ള ഒരു യോജിപ്പില്ലാത്തതിനോടുള്ള ഒരു പ്രതികരണം എന്നാണ് അതിനെയൊക്കെ കാണേണ്ടതെന്ന് തോന്നുന്നു. അവർ തന്നെ സ്ഥാപനവൽക്കരണം തന്നെ വിധേയപ്പെട്ട് പോകുന്നതാണ് നമുക്ക് അല്പകാലങ്ങളെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരളവിലെ സ്ഥാപനവൽക്കരണം തെറ്റല്ല, അങ്ങനെ ആകാം, അങ്ങനെ വേണം. ഒരു സ്ഥാപനവൽക്കരണം ഇല്ലാതെ കർത്താവിൽ വിശ്വസിച്ചു, എവിടെന്നെങ്കിലും ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, ബൈബിൾ പറയുന്ന പോലെ ചെയ്യുന്നു, അങ്ങനെ ഒരു സംഘടനയോ ലോക്കൽ ചർച്ചോ അങ്ങനെ ഒന്നും വേണമെങ്കിൽ വേണം, വേണമെങ്കിൽ വേണ്ട, അതിലൊന്നും ഇല്ലാതിരിക്കുന്നത് നല്ലത്. സ്ഥാപനവൽക്കരണം ഇല്ലെങ്കിൽ ഒന്നുമില്ല. കർത്താവിൻ്റെ ഓരോ ശിഷ്യന്മാർ മാത്രം അവരങ്ങനെ വോളണ്ടറി ആയിട്ട് നടക്കുന്നു, പ്രത്യേകമായ ചിട്ടയും കിട്ടയും ഒന്നുമില്ല എന്നുള്ളൊരു സ്ഥിതി നമുക്ക് ദൈവവചനപ്രകാരം അത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല, അതിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് പിന്നെ കർത്താവ് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ നമുക്ക് അതിനോട് പറയാവുന്നത്, എനിക്ക് എതിരല്ലാത്തവനെല്ലാവരും എനിക്ക് അനുകൂലമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയാം. ഈ ഹൈന്ദവ സ്വാമിമാർ ചിലരൊക്കെ അങ്ങനെ ഉണ്ടെന്ന് അവിടെ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ന്യൂസ് വരാറുണ്ട്. ഞാനത് അന്വേഷിച്ച് ഉറപ്പാക്കിയിട്ടൊന്നുമില്ല. അവർ യേശുവിനെ ഭജിക്കും, യേശുവിൻ്റെ നാമം എടുക്കും, അങ്ങനെയൊക്കെ. യേശുവാണ് ഞങ്ങളുടെ ഇഷ്ടദേവൻ എന്ന് പറയും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഹൈന്ദവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഈ ദേവഗണത്തിൽ നിന്ന് ഒന്നോ അതിലധികമോ ആളുകളെ ഇഷ്ടദേവനോ ഇഷ്ടദേവന്മാരോ ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കാം. പക്ഷെ അത് ദൈവവചനപ്രകാരം കർത്താവ് ആരംഭിച്ച ആ ഒരു മാർഗത്തിൽ അനുവദിക്കാവുന്നതല്ല, അംഗീകരിക്കാവുന്നതല്ല എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ദൈവവചനത്തിൽ ഉള്ള സ്ഥാപനവൽക്കരണം അത്രത്തോളം ആകാം എന്ന് മാത്രമല്ല വേണം എന്ന് പറയണം. പിന്നെ നമ്മള് ക്രിസ്തീയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ കാണുന്നത് റോമൻ കത്തോലിക്ക സഭ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ, പിന്നെ അതിൽ നിന്ന് മാറി വരുന്ന പ്രൊട്ടസ്റ്റന്റ് സഭകൾ, അതിൽ തന്നെ പല ട്രഡീഷൻസ്, റിഫോംഡ് ട്രഡീഷൻ, ലൂതറൻ ട്രഡീഷൻ, ബാപ്റ്റിസ്റ്റ് ട്രഡീഷൻ, ഇങ്ങനെ പിന്നെ സ്വതന്ത്ര സഭകളുടെ ഒരു ട്രഡീഷൻ വേറെ, അങ്ങനെ സഭകള് വിഭാഗങ്ങളായി
അവർ തന്നെ വിഭാഗങ്ങളായിട്ട് മാറി, ഡിനോമിനേഷൻസ് ആയിട്ട് മാറി. ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, ഒരു പേരൊക്കെ എടുത്ത് ഒരു ഐഡന്റിറ്റി ഉണ്ടാകുമ്പോഴാണ് അതൊരു ഡിനോമിനേഷൻ ആകുന്നത്. അപ്പൊ അങ്ങനെ ഒക്കെ ആയിത്തീരുന്നതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വേണോ? അത് നല്ലതാണോ? അതാകാമോ എന്നുള്ള ചോദ്യവും ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോഴാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില പരിധികൾ നിശ്ചയിക്കേണ്ടതായി വരുന്നത്. ആ പരിധികൾ നിശ്ചയിക്കുന്നത് തീർച്ചയായും പല ക്രൈസ്തവ ചിന്തകരും അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് പറയുക. കാരണം ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതിൽ തന്നെ അതിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ വ്യത്യാസമുള്ളവരുണ്ടല്ലോ. അപ്പൊ അത് ഏത് ആശയമാണ് ഒരാൾ പിടിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം. അതായത് സ്ഥാപനവൽക്കരണം എവിടെ വരെ, അതിന് പരിധി എന്താണ് എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോ നമ്മൾ ചില വർഷങ്ങളായി കേരളത്തിലും പിന്നീട് കേരളത്തിന് വെളിയിലും ഒക്കെ ഇങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, സഭകൾ സ്ഥാപിക്കുന്നു, കൂട്ടായി ശുശ്രൂഷകൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കർത്താവും അപ്പോസ്തലന്മാരും ചെയ്തതുപോലെ അവരെ അനുകരിച്ച്, നമ്മളിടയ്ക്ക് പറയാറുള്ള വാക്യങ്ങളാണത്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞതുപോലെ എന്നിൽ നിന്ന് കേട്ടതും എന്നിൽ നിന്ന് കണ്ടതും പഠിച്ചതുമായ കാര്യങ്ങളൊക്കെ, ഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഡു ദോസ് തിങ്സ്, അതൊക്കെ ശീലിക്കുക എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും ഒരു കാര്യം വ്യക്തമാണ്. ക്രിസ്തുവിനെയും അപ്പോസ്തലന്മാരുടെയും അവരുടെ ഉപദേശങ്ങൾ വിശ്വസിക്കുക, അതിൻ്റെ തത്വങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ജീവിത ശൈലിയും അവരുടെ പ്രവർത്തന ശൈലിയും സഭയുടെ രൂപപ്പെടുത്തലും അതിൻ്റെ നടത്തിപ്പിലും ഒക്കെ നമുക്കുള്ള ഡാറ്റ അനുസരിച്ച് അതിൻ്റെ അനുകാരികളായി തീരുക, അതുപോലെ തന്നെ ചെയ്യുക എന്നുള്ളതായ ഒരു പോളിസി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉദാഹരണത്തിന് നമ്മുടെ സഭകളിലെ ലീഡേഴ്സ് ആയിട്ടുള്ളവരെ, ലോക്കൽ സ്ഥലം സഭകളിലെ ലീഡേഴ്സ് ആയിട്ടുള്ളവരെ നമ്മൾ മൂപ്പന്മാരെന്നാണ് വിളിക്കുന്നത്. അതങ്ങനെ വിളിക്കണോ? ചിലർക്കത് പാസ്റ്റർ എന്നാണല്ലോ പൊതുവെ പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ കത്തോലിക്കലൊക്കെ അച്ഛൻ എന്ന് വിളിക്കും. എന്താ നമുക്ക് അങ്ങനെ വിളിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ, ഇല്ല, അത് വിളിച്ചാൽ പാപ്പാ, എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചാൽ പ്രധാനമായും നമുക്ക് പറയാനുള്ളത് അങ്ങനെ വിളിച്ച ചരിത്രം ക്രിസ്തീയ മാർഗത്തിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരുടെ ഒരു തലമുറ മുഴുവൻ നമുക്കുണ്ടല്ലോ. AD 70 വരെ അല്ലെങ്കിൽ AD 90 വരെയൊക്കെ നമുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു തരത്തില് പ്രൊട്ടസ്റ്റന്റുകാർ പറഞ്ഞൊരു കാര്യമാണ് ദി സഫിഷ്യൻസി ഓഫ് ദി സ്ക്രിപ്റ്റേഴ്സ്. ഒരു പ്രൊട്ടസ്റ്റന്റ് തത്വങ്ങളിലെ ഒരു തത്വമാണ്. വിശ്വാസത്തിനും ജീവിതത്തിനും ആവശ്യമായിട്ടുള്ളതെല്ലാം തിരുവെഴുത്തുകളിൽ ഉണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ സഭ നടത്താനുള്ളത് എന്തായാലും തിരുവെഴുത്തുകളിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോ അതുകൊണ്ട് നമ്മുടെ സഭകളിലെ ആളുകളെ അവരെ ഇടയ ശുശ്രൂഷ ചെയ്യും, പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്യണം. അതിനാണ് അവരെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ അവരെ പാസ്റ്റർ എന്ന് വിളിക്കണ്ട, ബൈബിളിൽ അങ്ങനെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു എന്താണ് നമുക്ക് അങ്ങനെ പറയാമോ എന്നറിയില്ല, ഒരു അനുകരണവാദികളെന്നോ ഇമിറ്റേഷനിസ്റ്റുകളാണ് എന്ന് നമുക്ക് നമ്മളെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഒരു സഭ, അതൊക്കെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ കാലത്ത് അത് എന്ത് നമ്മൾ ഏത് സഭ എന്ന് ചോദിച്ചാൽ നമ്മള് പയ്യമ്പള്ളിയിലെ സഭ എന്ന് പറയും, സ്ഥലപ്പേര് പറയാം. അത് കേൾക്കുന്നവനൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകില്ലെങ്കിലും 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളായിരുന്നെങ്കിൽ അവർക്ക് കാര്യം നന്നായി മനസ്സിലായത്. അപ്പോൾ അതിനൊരു ആനക്രോണിസം ഉണ്ട്. അതായത് അന്നത്തെ ഭാഷയിൽ ഇന്ന് സംസാരിച്ചാൽ എങ്ങനെ ശരിയാകും. അതുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളത് വിടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ ഒരു പോളിസി ഉണ്ട്. അത് ഈ സ്ഥാപനവൽക്കരണത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ അംഗീകരിച്ച ഒരു നയമാണത്. അപ്പോസ്തലന്മാരെ, അപ്പോസ്തലിക സഭ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം വരാം. അപ്പോസ്തലിക കാലത്തുള്ള സഭകൾ എന്ന് വരാം, അപ്പോസ്തലന്മാർ ഉപദേശിച്ച പോലെ പോകുന്ന സഭകൾ എന്നും വരാം. രണ്ടർത്ഥത്തിലും അതിലിതുണ്ട്. അതുപോലെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സഭയായി നമ്മൾ കൂടി മുടങ്ങാതെ നിർബന്ധമായി കർത്താവിന്റെ അത്താഴം
സ്നേഹവിരുന്നോടുകൂടെ കഴിക്കണം എന്ന് വലിയ അറിവുള്ള ബാപ്റ്റിസ്റ്റുകാരും ബൈബിൾ ചർച്ചുകാരും അങ്ങനെ പ്രൊട്ടസ്റ്റന്റുകാരും ലൂതറൻസും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യണമെന്നൊരു കൽപ്പനയില്ല. അങ്ങനെ ചെയ്യണമെന്നൊരു കൽപ്പന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കൽപ്പന എവിടെയാ ഉള്ളത്? എല്ലാ ഞായറാഴ്ചയും അപ്പം മുറിച്ചിരിക്കണം എന്ന് എവിടെ കൽപ്പനയുള്ളത്? പക്ഷെ നമുക്ക് അതിന് പൗലോസ് അപ്പോസ്തലനൊക്കെ അങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാ ആഴ്ചയും ചെയ്തു എന്ന് എഴുതിയിട്ടുമില്ല കേട്ടോ. 4 ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ 20:7 വായിക്കുമ്പോൾ, പണ്ഡിതന്മാരായ ആളുകൾ ബ്രൂസിനെ പോലുള്ള ആളുകൾ വായിക്കുമ്പോൾ ഒരു വിവരണ ശൈലി, നാരറ്റീവ് സ്റ്റൈലില് അത് നോർമലായി വായിച്ചു പോകുമ്പോൾ അവരങ്ങനെ കൂടി വരുന്നത് അവരുടെ ഒരു പതിവായിരുന്നു, പതിവനുസരിച്ച് കൂടി വന്നു എന്ന് ഒരു ട്രാവലോഗാണല്ലോ, ഒരു യാത്രാ വിവരണമാണല്ലോ. അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിവരമുള്ള ആളാണ്. അപ്പോ അത്രയൊക്കെ ഉള്ളൂ, എങ്കിലും അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞെങ്കിലും വേറെ എത്രയോ പേര് പറയുന്നു, വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്നു അതങ്ങനെ കൽപ്പനയൊന്നും ഇല്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മള് അതങ്ങനെ കൽപ്പന ഉള്ളതായിട്ടാണ് കാണുന്നത്. അതായത് അപ്പോസ്തലന്മാരും പൗലോസിനെ പോലുള്ളവരും ഒക്കെ പറഞ്ഞു, എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യൂ, ഞങ്ങളെ അനുകരിക്കൂ എന്ന് കൽപ്പന തന്നു. അപ്പോ കൽപ്പന ഉള്ളതുപോലെ തന്നെയാണ്. ഈ കൽപ്പന ഉള്ളതുപോലെ തന്നെയുള്ള ഒരു ബലം നമ്മൾ ചെയ്യുന്നതിനുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞത് നമ്മള് അനുകരണവാദികളാണ്. സഭാ നടത്തിപ്പിലും അതുപോലെ സുവിശേഷ പ്രവർത്തനത്തിലും ഒക്കെ നമ്മൾ ഈ ഒരു ഇമിറ്റേഷനിസമാണ് കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നത്. അപ്പോസ്തലന്മാർ എങ്ങനെ ചെയ്തു? ഇപ്പൊ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കണം. അതിന് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഒന്നോ അല്ലെങ്കിൽ അധികമോ സംഘടനകൾ ഉണ്ടാക്കി അങ്ങനെ ഈ ലോകത്തിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നത് നമുക്കറിയാമല്ലോ, നമ്മളെ ബൈബിളിലെ മോഡല് അങ്ങനെ തന്നെ അപകടമില്ലാത്ത രീതിയിൽ അങ്ങനെ തന്നെ പകർത്തി കൊണ്ടുവരിക, ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങള് ഒന്നുകിൽ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ചെയ്യുക എന്നുള്ള. ഉദാഹരണത്തിന് സൺഡേ സ്കൂളൊന്നും ബൈബിളിലില്ല. അപ്പൊ സൺഡേ സ്കൂൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ സഭയുടെ ഒരു പ്രവർത്തനമായിട്ട് സൺഡേ സ്കൂൾ എന്നുള്ള പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണ്ടേ? അങ്ങനെ ഒരു ഉപദ്രവമില്ലാത്തൊരു പേരായിട്ട് നമ്മൾ അങ്ങനെ കണ്ട് അത് കൊടുക്കുന്നു. അപ്പൊ സ്ഥാപനവൽക്കരണത്തിന്റെ പരിധി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭ ചെയ്തത് ബൈബിളിൽ എന്തെങ്കിലും ഒരു രേഖ ഉള്ളത്, അത് ഇനി ഒരുപാട് വളരെ എല്ലാവർക്കും വ്യക്തമാകത്തക്ക വിധത്തിൽ ഇല്ലെങ്കിൽ തന്നെ ബൈബിളിലെ മോഡൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടു നടക്കാം. അപ്പോൾ അവിടെ ഒരു സഭ ഒരു സ്ഥാപനമാണ്, ക്രിസ്തീയ മാർഗം ഒരു സ്ഥാപനമാണ്. പക്ഷെ ലോകത്തിലെ സ്ഥാപനങ്ങളെ പോലെ ഒരു ഹെഡ് ഓഫീസും അതിനൊരു ഒരു ഏക ആഗോള തലവനും ഒന്നും ഉള്ളതായ ഒരു സ്ഥാപനമായിട്ട് അത് മാറുകയില്ല. അങ്ങനെ ഉള്ളപ്പോൾ ആ സ്ഥാപനത്തിൽ നമ്മൾ എന്ത് കാണാം? അവിടെ സ്ഥലം സഭകൾ, മിക്കവാറും വീടുകളിൽ കൂടുന്ന, മനസാന്തരപ്പെട്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് ശിഷ്യത്വം സ്വീകരിച്ച ആളുകള് വീടുകളിൽ കൂടുന്ന വീട്ടിലെ സഭകൾ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫിലോമോന്റെ വീട്ടിലെ സഭ, ആ അർത്ഥത്തിൽ വീട്ടിലെ സഭകൾ ഉണ്ടാകുക, അത് അടുത്തടുത്തുള്ള ആൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം സഭകൾ ഉണ്ടാകുക. അവരെ നയിക്കുന്ന ഒരു അധികാര വൃന്ദം, എൽഡേഴ്സും ശുശ്രൂഷകരായി ഡീക്കൻസും ഒക്കെ അവിടെ ഉണ്ട്. അവരെ നയിക്കുന്ന, കണക്ട് ചെയ്യുന്ന ദൈവവേലക്കാരുടെ, ദൈവദാസന്മാരുടെ ഒരു സംഘം അതിനെയും നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും. അത് പകർത്തുന്ന ഒരു ശൈലി, അത്രയൊക്കെ സ്ഥാപനവൽക്കരണം നമുക്ക് തീർച്ചയായിട്ടും അനുവദനീയമാണെന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബൈബിളിലെ മോഡൽ. അത് ചെയ്യണം. പിന്നെ അതിനപ്പുറത്തോട്ട് പോകുമ്പോഴാണ് അനുവദനീയമോ അല്ലയോ എന്നുള്ള ചോദ്യം വരുന്നത്. ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം, ബൈബിളിൽ നിന്ന് വ്യക്തമായി തെളിയിക്കാൻ സാധിക്കാത്തതൊന്നും സഭയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് നിർബന്ധമാക്കാൻ നമുക്ക് പാടില്ല. മാൻഡേറ്ററി
ഇതായാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ സഭയിൽ അംഗത്വമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിര് കവിഞ്ഞു പോയി. പിന്നെ മറുവശം, ബൈബിളിൽ അങ്ങനെ കൃത്യമായിട്ടില്ല. ഞാൻ സൺഡേ സ്കൂളിന്റെ കാര്യം പറഞ്ഞ പോലെ, എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ, അടുത്തുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ വിളിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന, വചനം പഠിപ്പിക്കുന്ന, അവരെ സുവിശേഷം അവരുടെ ഇടയിൽ പകർത്തുന്ന പരിപാടികൾ തീർച്ചയായിട്ടും ചെയ്യണമല്ലോ. അപ്പൊ അത് ചെയ്യുന്ന പരിപാടിക്ക് ഇങ്ങനെ ഒരു പേരിട്ടോട്ടെ എന്ന് ചോദിച്ചാൽ പേരിടുന്നതിന് അങ്ങനെ അതിനോട് ഉപദ്രവമൊന്നുമില്ല. അത് ഞാൻ വിചാരിക്കും അതൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അത് സഭാതലത്തിൽ സഹകരിക്കുന്ന ആളുകൾ സഹകരിച്ച് ആലോചിച്ച് ഒരു കൺസെൻസസ്, ഒരു മനസ്സുണ്ടാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു തരത്തിലും ഈ ബൈബിളിൽ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾക്ക് പകരമായിട്ട് ഒന്നും ഇരിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഈ ആഴ്ചയുടെ 1-ാം നാൾ എത്ര ബുദ്ധിമുട്ടായാലും അപ്പം മുറിക്കുക എന്നുള്ളൊരു രീതി സഭാ ചരിത്രത്തിൽ എന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉപദ്രവമൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നപ്പോഴുള്ളതാണ്. പക്ഷെ ഇപ്പോ ചില ആളുകൾ അതൊക്കെ എടുത്തു കളയാൻ തയ്യാറാകുകയാണ്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്നാണോ അവധി ദിവസം അന്ന് ചെയ്യാം, ഇനി അപ്പൊ അന്ന് ചെയ്യാമോ, പിന്നെ അവധി അല്ലാത്തപ്പോഴും ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ ലൂസായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാര്യമാണ് എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്നാൽ 1-ാം ദിവസം കൂടിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഭാചരിത്രത്തിന്റെ വലിയ ഒരു 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 പിന്തുണ, ഒരു സപ്പോർട്ട് അതിനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഒരു വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ ബൈബിളിൽ കാണുന്ന, പുതിയ നിയമത്തിൽ കാണുന്ന സ്ഥാപനത്തെ കണ്ട് അത് അങ്ങനെ തന്നെ അതിൻ്റെ ആ ഒരു ലാളിത്യത്തിൽ നിലനിർത്തി അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ, അത് കാര്യമില്ലാത്ത വിഷയമല്ല, പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാം. ആ സ്ഥാപനത്തിന്റെ സ്വഭാവത്തിന് നമ്മൾ വ്യത്യാസം വരുത്തിയാൽ വേറെ എന്തെങ്കിലുമൊക്കെ അതിന്റെ സ്ഥാനത്ത് കയറിക്കൂടും. ഒരു സ്ഥാപനവും വേണ്ടെന്ന് പറഞ്ഞു വന്നാൽ അത് തന്നെ വേറൊരു സ്ഥാപനമായിട്ട് മാറും. അതാണ് ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു അപകടമാണുള്ളത്. അതുകൊണ്ട് സ്ഥാപനവൽക്കരണത്തിന്റെ പരിധി എന്ന് പറയുമ്പോൾ ബൈബിളിലുള്ളത്, ബൈബിളിൽ നിന്ന് തെളിയിക്കാവുന്നത് എല്ലാം പാലിക്കുക. അതിനപ്പുറത്തുള്ളത് പിന്നെ ബൈബിളിൽ ഉള്ള കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ആ ഒരൊറ്റ അടിസ്ഥാനത്തിൽ ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ പണ്ട് എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇന്റർ ഡിനോമിനേഷണൽ ഓർഗനൈസേഷൻസ്, സഭേതര സംഘടനകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, അതൊക്കെ അവരോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവരോട് പ്രതികരിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും ബൈബിൾ കാലയളവിലില്ല. അതുകൊണ്ട് ഈ കാലയളവിൽ അത് മാൻഡേറ്ററി അല്ല. ഇനി അതെന്തെങ്കിലും ഗുണം തോന്നി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ദൈവവചന പ്രകാരമുള്ള സഭകളുടെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ആ സ്ഥാപനത്തിന് എപ്പോഴും സഹായകരമായിട്ട് മാത്രമേ വരാവൂ. ഒരു തരത്തിലും അതിന് സമാന്തരമായിട്ടോ അതിനോട് മത്സരിക്കുന്നതായിട്ടോ അതിന് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടോ വരാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തി മുൻപോട്ട് പോകേണ്ടതാണ്. പല കാര്യങ്ങളും ഇതിനോടൊക്കെ നമുക്ക് സ്നാനത്തെക്കുറിച്ചോ കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ചോ ഒക്കെ പറയാം. അതൊക്കെ അതിലൊക്കെ ഈ സ്ഥാപനവൽക്കരണം എങ്ങനെ വരാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. എങ്കിലും ഇത്രയും മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നമ്മെ ദൈവത്തിൻ്റെ വചനത്തോടും കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ നമുക്ക് കാണിച്ചു തന്ന മാതൃകയോടും ഈ സ്ഥാപനവൽക്കരണത്തിന്റെ വിഷയത്തിലും വിശ്വസ്തരായി നിൽക്കുവാൻ എന്നും എപ്പോഴും സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. സ്ഥാപനവൽക്കരണം എന്ന വിഷയത്തെ അധികരിച്ച് വളരെ വിശദമായിട്ട് എന്താണ് സ്ഥാപനവൽക്കരണമെന്നും അത് ഏത് കാലം മുതൽ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അത് കടന്നുകൂടിയത്, അതുപോലെ അതിന് അത് നല്ലതാണോ, അത് ദോഷമാണോ, അതിന് പരിധി നിശ്ചയിക്കണോ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരു പൊതുവിലൊരു കാഴ്ചപ്പാട് കിട്ടത്തക്ക നിലയിൽ കാര്യങ്ങളെ വിശദീകരിച്ചു തന്നതിന് വളരെ നന്ദി.